എടേ നമുക്കേ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ആ ചിക്കൻ വെച്ച് നമുക്കൊരു ചിക്കൻ പെരട്ടുണ്ടാക്കാം. സാധാരണ ചിക്കൻ പെരട്ടൊന്നും അല്ല, നല്ല കുരുമുളകൊക്കെ ഇട്ടങ്ങോട്ട് വരട്ടി എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെ ഗ്യാസ് അടുപ്പിലൊന്നും അല്ല വെക്കുന്നത്, നല്ല ഒന്നാം തരം വിറകടുപ്പിൽ. നോക്കിയാലോ, ബാ. നമ്മുടെ ചിക്കൻ കുട്ടന്മാർ ഇരിപ്പ് കണ്ട നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവന്മാർക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, പെരട്ടി നല്ല മാംസത്തെ പിടിക്കാനായിട്ട് ഒരു 1/2-3/4 മണിക്കൂർ വെച്ചേക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് നമ്മുടെ സ്ഥിരം ചട്ടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ചിക്കനും ബീഫും ഒക്കെ വെക്കുന്നൊരു ചട്ടിയാണ് കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും 4-5 പച്ചമുളകും ഒക്കെ കൂടെ അരിയിടണം. ഉള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ മധുരിക്കും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇളക്കി കൊണം കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പല്ല, വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ്. നിമിഷ നേരം കൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ വേണ്ട ഈ ഒരു ബ്രൗൺ കളറിലെത്തും. നല്ല ഈ ചട്ടിക്കകത്ത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ചട്ടിക്ക് ഇത്തിരി ചൂട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലതുപോലെ കുരുമുളക് പൊടി കേട്ടോ. ഞങ്ങൾ ഈ സ്പൂണിന് 1-2 സ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർക്കും, നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത കറി മസാലയും കൂടെ ചേർത്ത് അങ്ങോട്ട് പെരട്ടി എടുക്കുമ്പോൾ ഈ ഒരു കളറിലൊക്കെ വരും കേട്ടോ. നല്ലതുപോലെ അതൊരു ബ്രൗൺ കളറിലാക്കണം. നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് മൂത്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെയൊക്കെ അതിനകത്തിട്ടൊന്ന് പെരട്ടിയിട്ടുണ്ടല്ലോ, അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കണം. അടപ്പങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ ഉണ്ടല്ലേ, ഇവന്മാരെല്ലാം കൂടെ അങ്ങ് തിളച്ച് മറിയും. ഈ കളറായിരിക്കത്തില്ല, കുറച്ചുകൂടെ സമയം നമ്മൾ ഇതിനൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ഇത്തിരിയുടെ ബ്രൗൺ ആയിട്ടുള്ളൊരു കളറായി മാറിയത് കേട്ടോ. അപ്പോൾ ഇത് ഈ ചട്ടിയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ അയണും ഒക്കെ കൂടി ഇതിനകത്തൊന്ന് മിക്സ് ആവും. അപ്പോൾ ഇതിനകത്തേക്ക് വെന്ത് വരുന്ന സമയമുണ്ടല്ലോ, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മാത്രമേ ഇത് ഇടാവുള്ളൂ. ഇത് ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും ഈ കഴിക്കുന്ന സമയത്ത് കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിനകത്തൊന്ന് പിടിച്ചാൽ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു മണം വന്നു തുടങ്ങി കേട്ടോ. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ആ മാംസത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചങ്ങോട്ട് അത് പറ്റി വരണം. വെള്ളമൊക്കെ അങ്ങ് പറ്റി നല്ല കുറുകിതായി ഈ ഒരു പരുവമൊക്കെ അങ്ങ് ആയി വരണം. ഏതാണ്ട് നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടോ എന്തുവാന്ന് വെച്ചാൽ കഴിക്കാം. അടിപൊളി ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്